അലൈനർ വേണോ അതോ ബ്രേസസ് വേണോ? കൺഫ്യൂഷൻ വേണ്ട, നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. അലൈനർ ആണെങ്കിൽ നല്ല ക്ലിയർ ട്രേ ആയതുകൊണ്ട് തന്നെ നല്ല എസ്തെറ്റിക് അപ്പിയറൻസ് ആയിരിക്കും. എന്നാൽ ബ്രേസസിലേക്ക് വരുമ്പോൾ ചിരിക്കുമ്പോൾ ഈ ബ്രാക്കറ്റ്സ് കാണുന്നത് കൊണ്ട് അതൊരു കോസ്മെറ്റിക് ഡ്രോബാക്സ് തന്നെയാണ്. അലൈനർ നമുക്ക് ഒരുവിധം എല്ലാ കേസുകളിലും ഉപയോഗിക്കാൻ പറ്റുമെങ്കിലും നല്ല കോംപ്ലിക്കേറ്റഡ് കേസുകളിൽ ഇത് ഉപയോഗിക്കാൻ പറ്റത്തില്ല. എന്നാൽ ബ്രേസസിലേക്ക് വരുമ്പോൾ നമുക്ക് ഏത് കോംപ്ലിക്കേറ്റഡ് കേസുകളിലും ഇത് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. ആൻഡ് ബ്രേസസിൽ ഡോക്ടറുടെ ഡയറക്റ്റ് കൺട്രോൾ കൂടുതലായതിനാൽ ട്രീറ്റ്മെൻറ്റ് മികച്ചതായിരിക്കും. അലൈനർ ആണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ട്രീറ്റ്മെൻറ്റ് കംപ്ലീറ്റ് ആക്കാൻ സാധിക്കുന്നതാണ്. ചിലപ്പോൾ 5-6 മാസങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് ട്രീറ്റ്മെൻറ്റ് കംപ്ലീറ്റ് ആക്കാൻ കഴിയുന്നതാണ്. എന്നാൽ ബ്രേസസ് നോക്കുവാണെങ്കിൽ ചുരുങ്ങിയത് ഒരു 18 മാസമെങ്കിലും എടുക്കും ട്രീറ്റ്മെൻറ്റ് കംപ്ലീറ്റ് ആകാൻ. അതിനിടയിൽ നിങ്ങൾ അച്ചപ്പവും നുറുക്കും പെട്ടിയപ്പവും ഒക്കെ തിന്നുകയാണെങ്കിൽ ഒരു 4-5 ബ്രാക്കറ്റ്സ് എന്തായാലും പൊട്ടും. അപ്പോൾ ട്രീറ്റ്മെൻറ്റ് വീണ്ടും ഡിലേ ആകും. അലൈനർ ആണെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിന് ഊരുകയും അതുപോലെ എടുക്കാനും സാധിക്കുന്നതാണ്. ചുരുങ്ങിയത് ഒരു 22 മണിക്കൂറെങ്കിലും ഒരു ദിവസം ഇത് ധരിക്കേണ്ടതാണ്. അതുപോലെ നമ്മുടെ ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ എത്ര കട്ടിയുള്ളതാണെങ്കിലും നമുക്ക് കഴിക്കാൻ സാധിക്കുന്നതാണ്. എന്നാൽ ബ്രേസസ് ഇടുന്ന ആളുകളിൽ ഭക്ഷണത്തിന് അത്യാവശ്യം റെസ്ട്രിക്ഷൻസ് ഉണ്ട്. കട്ടിയുള്ള ആഹാരങ്ങൾ കഴിക്കുന്നത് ബ്രാക്കറ്റ്സ് പൊട്ടാനും അതുപോലെ വയറിൻ്റെ പൊസിഷൻ മാറാനും കാരണമാകുന്നു.